NABHൻ്റെ 4ാമത്തെ ചാപ്റ്റർ PRE പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ PRE ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു റിപ്പോർട്ട് എ വയലേഷൻ ഓഫ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്നാണ്. നമ്മുടെ ജി ഹെൽത്തിൽ അതിനുള്ള ഓപ്ഷനുണ്ട്, പേഷ്യൻ്റ് ഫീഡ്ബാക്ക് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്, പ്ലസ് അവിടെ നിങ്ങൾ ഓർക്കണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ വേഡിങ്സിൽ അപ്രോപ്രിയേറ്റ് വേഡിങ്സ് ഉപയോഗിച്ച് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ് പേഷ്യൻ്റ് റൈറ്റ്സ്. സോ അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ അത് ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ PROമാർ PREs ഒക്കെ ഡെയിലി വിസിറ്റ് നടത്താനായിട്ട് ചക്ര ഉപയോഗിക്കുന്നുണ്ട്. ചക്രയിൽ ഇത് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചക്ര മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ എപ്പോഴാണ് നടന്നത്, ആര് ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ ആരാണ് അത് വയലേറ്റ് ചെയ്യാൻ കാരണമായ സ്റ്റാഫ് എന്നതുൾപ്പെടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കണ്ടേ. അവരുടെ പ്രൈവസി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ നീഡുകൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണോ നമ്മൾ കൈകാര്യം ചെയ്തത്, ടൈം ഫ്രെയിമിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. നമുക്കുണ്ട്, ആൾറെഡി ഗ്രേപ്സിലുണ്ട്, അത് ഉപയോഗിക്കണം പ്രോപ്പറായിട്ട്. സോ നമ്മളുടെ ഹോസ്പിറ്റലിൽ യാതൊരു കാരണവശാലും പേഷ്യൻ്റ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിച്ച് വിഷമിക്കാതിരിക്കുന്നതിന് ഇതുപകരിക്കും. നമ്മുടെ ഓർഗനൈസേഷനിൽ അത്തരത്തിലൊരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം, അത് മോണിറ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ദ ഓർഗനൈസേഷൻ PRE 1D says that the organization has a mechanism to report a violation of patient and family rights. വളരെ ശ്രദ്ധയോടെ ആ റിപ്പോർട്ടുകളെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. പേഷ്യൻറ്റിന് ഫീഡ്ബാക്ക് എഞ്ചിനുണ്ട്, അതിൽ പേഷ്യൻ്റ് റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. PREs എടുക്കുന്ന റിപ്പോർട്ട്സ് ഉണ്ട്, ഡെയിലി റിപ്പോർട്ട്സ് ഉണ്ട്, അതിലിത് ഇൻക്ലൂഡ് ചെയ്യണം.